ആണി രോഗം, അരുമ്പാറ, ഇത് രണ്ടും ആളുകൾക്ക് വളരെ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണം, നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലാണ്. കാലെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു ലോക്കോ മോട്ടോർ സിസ്റ്റം തന്നെയാണ്. വെഹിക്കിളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാറിന് പകരമുള്ള വീലാണ് നമ്മുടെ കാൽ രണ്ട്. ഇതിനെന്തെങ്കിലും ചെറിയൊരു മുള്ളു കൊണ്ടാൽ തന്നെയും നമുക്ക് അസഹനീയമായിട്ടാണ്. അപ്പോൾ ഈ ആണി രോഗം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ചുരുക്കി മലയാളത്തിൽ പറയാം, ആവശ്യമില്ലാത്ത സെല്ലുകൾ, കോശങ്ങൾ ഒരു സ്ഥലത്ത് കൂടിയിട്ട് കൂർത്ത് അകത്തോട്ട് വളരുന്ന ഒരു കണ്ടീഷനാണത്. അത് പല കാരണങ്ങൾ കൊണ്ടും വരും. ഒന്ന്, മനുഷ്യൻ്റെ ശരീരത്തിലുള്ള ടോക്സിസിറ്റി. പിന്നെ ചില ആൾക്ക് പാരമ്പര്യമായിട്ട് വരുന്നത് കാണാം. ഇതുപോലെ തന്നെയാണ് അരുമ്പാറ അല്ലെങ്കിൽ വാട്സ്. ഇത് വാട്സ് ആളുകൾക്ക് വലിയൊരു പ്രശ്നം കൂടെ ഉണ്ടാക്കുന്നതാണ്. മറ്റേത് കാലിലായതുകൊണ്ട് അവരെങ്ങനെയും കെട്ടിപ്പൊതിഞ്ഞൊക്കെ വെക്കും. മറ്റേതൊരു സൗന്ദര്യ പ്രശ്നം കൂടാണ് വാട്സ് എന്ന് പറയുന്നത്. അത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും വരാം. ആണി രോഗമായി കഴിഞ്ഞാലും നമുക്കതിന് ഇൻറ്റേർണലായിട്ടുള്ള മെഡിസിൻ കൊടുത്ത് തന്നെ മാറ്റണം. യാതൊരു കാരണവശാലും സർജിക്കൽ പ്രൊസീജിയർ